വർണ്ണനകൾക്കതീതമാണ് ഈ നായിക സരസ്വതി ബായി, എൻ്റെ അമ്മായിയമ്മ. കണ്ടാൽ ആർക്കായാലും ഒന്ന് ബഹുമാനം കൊടുക്കാൻ തോന്നും. കാരണം നല്ല തേജസ്, ഉത്തരവാദിക്കപ്പെട്ട ഒരു ജോലിയിൽ നിന്നും പിരിഞ്ഞതുമാണ്. ഇപ്പോൾ 60 വയസ്സുണ്ട്. ഒരൊരു മകൾ അപർണയെ കല്യാണം കഴിച്ചത് ഈ അടുത്തിടക്കാണ്. ഞങ്ങൾ പ്രേമിച്ചാണ് കെട്ടിയത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അത്ര എന്നോട് താല്പര്യമില്ല. പിന്നെ അവളോടുള്ള സ്നേഹം കൊണ്ട് അങ്ങ് സമ്മതിച്ചതാണ്. അങ്ങനെ അത്യാവശ്യം റിയൽ എസ്റ്റേറ്റും ട്രേഡിങ്ങും ഒക്കെ ആയിട്ട് ഞാനും ഒന്ന് ക്ലച്ച് പിടിച്ച് വരുന്ന സമയം പിന്നെ എൻ്റെ വീട്ടിൽ അനിയനും അവൻ്റെ ഭാര്യയും ഉള്ളതിനാൽ എൻ്റെ സ്വന്തം അമ്മ എന്നോട് പറഞ്ഞു, നിന്റെ ഭാര്യയുടെ വീട്ടിൽ അവളുടെ അമ്മ തനിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് നീ എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ അവിടെ പോയി നിന്നോ എന്ന്. അമ്മ പറഞ്ഞത് ശരിയാണെങ്കിലും എനിക്കൊട്ടും വിരോധമൊന്നും ഇല്ലാത്തത് കൊണ്ട് അമ്മായിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ തമ്മിലുള്ള പിണക്കം മാറ്റണം. രണ്ടാമത്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 60ലും 30 വരെ തോൽപ്പിക്കുന്ന ലുക്കാണ്. പണ്ട് മുതലേ ആരോഗ്യകാര്യങ്ങളും സൗന്ദര്യകാര്യത്തിലും വളരെയധികം ശ്രദ്ധീകരിച്ചിരുന്നു സരസ്വതി. അതുകൊണ്ട് തന്നെ ഒരു മുടിയിഴ പോലും നരച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നല്ല ഗോതമ്പിൻ്റെ നിറമാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ഒരു പ്രത്യേക അടുപ്പം തോന്നിയിരുന്നു. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഭാര്യ പല കാലത്തിലും വളരെയധികം പരാജിതയായിരുന്നു. കാരണം പ്രണയിച്ചാണ് കല്യാണം കഴിച്ചെങ്കിലും അവൾക്ക് പാരമ്പര്യമായി വന്ന കുറച്ച് വാശി പിടിക്കലുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഗുരുതരം ഓടക്കുടൽ വായിക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അതിൻ്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞിട്ടുമുണ്ട്. അതൊഴിച്ച് ബാക്കി എന്തിനും അവൾ സമ്മതിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്കത് അംഗീകരിച്ചു പോകാനും കഴിയില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരിക്കലും അമ്മയുടെ മുന്നിൽ വെച്ച് വഴക്കിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവൾ ഒരു ഹൈസ്കൂൾ ഹിന്ദി അധ്യാപികയാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ദിവസങ്ങളിലും ഞങ്ങൾ വീട്ടിലുണ്ടാവും. അവൾ രാവിലെ സ്കൂളിൽ പോകുന്നത് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് അവളുടെ അമ്മയാണ്. അവൾ പോയി കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും റൂമടച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം രാവിലെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപർണ പറഞ്ഞു, വിജി, നീ എന്തിനാ എപ്പോഴും മുറിക്കകത്ത് കയറി അടച്ചിരിക്കുന്നത്? ഇടയ്ക്കൊക്കെ അമ്മയും കൂടി ഒന്ന് സഹായിച്ചൂടെ? എടി, അതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അമ്മയ്ക്കത് എന്തിനാ അരോചകമാകണ്ടെന്ന് കരുതിയിട്ടാണ്. ഇത് കേട്ട അമ്മ പറഞ്ഞു, മോളെ, അതിനവൻ ചെയ്യേണ്ട ജോലിയൊന്നും ഇവിടെ ഇല്ലല്ലോ. പിന്നെ എന്താ, അവന് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവന് ചെയ്താൽ മതി. ഈ ചർച്ചയ്ക്ക് ശേഷം അവൾ സ്കൂളിൽ പോയി. ഞാൻ റൂമിൽ കുറച്ചു നേരം മൊബൈൽ നോക്കി ഇരുന്നപ്പോഴേക്കും അപ്പു പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. അപർണയെ ഞാൻ അപ്പു എന്നാണ് വിളിക്കാറ്. എന്നാൽ ഇനി അമ്മയുടെ കൂടെ ഒന്ന് ചുറ്റിപ്പറ്റി കളയാം എന്നും കരുതി ഞാൻ അടുക്കളയിലേക്ക് പോയി. അവിടെ അമ്മ എന്തോ കാര്യമായി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എന്താ അമ്മ സ്പെഷ്യൽ? സ്പെഷ്യലൊന്നും അല്ല മോനെ, കുറച്ച് കായയാണ്. വൈകിട്ട് ചായക്ക് എടുക്കാം. ഞാൻ മിക്കവാറും ഇതുണ്ടാക്കും. കുറച്ചു നേരം ഞാനത് നോക്കിക്കൊണ്ട് ഉണ്ടാക്കിയിരുന്ന 2 ചിപ്സ് എടുത്ത് കഴിച്ചു. നല്ല രുചിയുണ്ടല്ലോ അമ്മേ, ഞാൻ പറഞ്ഞു. അത് കേട്ടതും അമ്മ എന്നെ നോക്കി ചിരിച്ചു. അമ്മയ്ക്ക് സുഹൃത്തുക്കൾ ആരുമില്ലേ? ഒറ്റയ്ക്ക് എങ്ങനെ സമയം പോകും? നീ ഇത് കണ്ടില്ലേ, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് ആളുകളോടുള്ള സൗഹൃദമൊന്നും ഞാൻ കണക്കാക്കാറില്ല. ഒറ്റയ്ക്ക് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം ഞാൻ അമ്മയൊന്ന് ശ്രദ്ധിച്ചു. ഒരുങ്ങി നടക്കുന്ന കാര്യത്തിൽ അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. വീട്ടിലാണെങ്കിൽ പോലും അവർ കസവ് പോലത്തെ സാരിയാണ് ഉടുക്കാറ്. ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് നീലക്കരയുള്ള സാരി ഉടുത്താണ്. അതിൽ ശരിക്കും ഭംഗിയാണ് കാണാൻ, ചിലപ്പോൾ എൻ്റെ ഭാര്യയെക്കാളും. അങ്ങനെ ഓരോ ദിവസം ഞങ്ങൾ പതുക്കെ പതുക്കെ സംസാരിച്ച് കമ്പനി ആയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളും ചിരികളും ഭാര്യയ്ക്കും സന്തോഷമായി. അമ്മയ്ക്കും മറ്റൊരു കൂട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്നോട് പെട്ടെന്ന് അടുക്കുകയും ചെയ്തു. എന്നോട് അവൾ പറഞ്ഞതനുസരിച്ച് അമ്മയുടെ 35-ാം വയസ്സിൽ മരിച്ചുപോയതാണ് അവരുടെ ഭർത്താവ്. അങ്ങനെ ഒരു ദിവസം ഞാൻ പുറത്തു പോയിട്ട് വന്നപ്പോൾ മുറിയിൽ കയറാതെ പറമ്പിലൊക്കെ ഒന്ന് ചുറ്റി നടന്നു. അങ്ങനെ വന്നപ്പോൾ അടുക്കളയോട് ചേർന്നുള്ള ഒരു ചായപ്പിൽ ഒരഴ കെട്ടിയിട്ടുണ്ട്. അതിൽ കുറേ ഡ്രസ്സുകൾ തൂക്കിയിട്ടിരുന്നു.
അത് അപ്പുവിൻ്റെ അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഒരത്ഭുതമാണ് തോന്നിയത്. അമ്മ ഇത്രയും പഴഞ്ചനായിട്ടും ഡിസൈനർ ഉള്ളവരൊക്കെയാണ് അമ്മ ഉപയോഗിക്കാറ്. ചിലതിൽ പൂക്കളും ചിലതിൽ വണ്ടുകളും, അങ്ങനെ അങ്ങനെ. പിന്നീട് അങ്ങോട്ട് അമ്മയോടുള്ള ഒരു കൂടിക്കാഴ്ച ഞാൻ മുടക്കം വരുത്താറില്ല. ഞാൻ അമ്മയോട് സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ അമ്മയ്ക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് ആഗ്രഹം കൂടിക്കൂടി വന്നു. അതിന് കാരണം അവൾ പോയി കഴിയുമ്പോൾ സമയം കിട്ടിയാൽ ഞാൻ ചില സിനിമകൾ കാണാറുണ്ടായിരുന്നു. അതിൽ കൂടുതലും നല്ല വെറൈറ്റി ആയിട്ടുള്ളതാണ്. അവൾക്കാണെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ കാണുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ ആഗ്രഹവും പേറി ഓരോ ദിവസവും കാത്തിരുന്നു. ഒരു ദിവസം പറമ്പിൽ നിന്നും ചക്ക വെട്ടിയിട്ട് കൊണ്ടുവന്നു. അത് ഉച്ചയ്ക്ക് കൂട്ടാനുള്ള പാത്രത്തിൽ അമ്മ മുറിച്ചു. എന്നിട്ട് ചക്ക വെട്ടി പിളർത്തി. ചക്ക ആയതുകൊണ്ട് കറ പിടിക്കാതിരിക്കാൻ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ അമ്മയ്ക്ക് മുന്നിലായി തന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കൂടിയിട്ടുണ്ട്. അമ്മ എന്നോട് കാര്യം പറയുമ്പോൾ ശ്രദ്ധ മുത്ത ആ ചക്കയിലുമായിരുന്നു. ഞാൻ ആ സമയം ചില സഹായങ്ങളെല്ലാം അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ തുടങ്ങി. ഞാൻ കുറേ നേരം കൂടി അവിടെ കാത്തിരുന്നു. കുറേ നേരം ഇരുന്ന് ഞാൻ പിൻവാങ്ങി. റൂമിൽ വന്നപ്പോൾ എനിക്കാകെ പരവേശമായി തുടങ്ങിയിരുന്നു. എങ്ങനെയാണ് ഒന്ന് കൂടുക എന്നോർത്ത് ഞാൻ കുറച്ചു നേരം കിടന്നു. എന്നിട്ട് ഒരു നിമിഷം ആലോചിച്ചു, ഇനി എന്തായാലും അതിനുള്ള സന്ദർഭവും സാഹചര്യവും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഒടുക്കം അതിനുള്ള വഴി ഞാൻ കണ്ടെത്തി. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആയുർവേദത്തിൽ ജോലി ചെയ്യുന്നു. ഞാനൊരു ദിവസം അവൻ്റെ അടുത്തേക്ക് പോയി. ഡാ, കുറേ ആയല്ലോ കണ്ടിട്ട്, എന്താ ഇപ്പോൾ ഈ വഴിക്കൊക്കെ? അവൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, എന്താണെന്നറിയില്ല, ഉറക്കം തീരെ ശരിയാകുന്നില്ല. രാത്രി മൊത്തം മേറോട്ടം നോക്കി കിടക്കേണ്ട അവസ്ഥയാ. ആണോ? അതെന്ത് പറ്റിയടാ? കെട്ടിയോൾ അവിടെ ഇല്ലേ? ആടാ, അവളൊക്കെ ഉണ്ട്. അവൾക്ക് പിന്നെ ബെഡ് കണ്ടാൽ മതി, വേഗം ഉറങ്ങിക്കോളും. അവൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഓ, അപ്പോൾ പിന്നെ നിനക്കാണല്ലോ കുഴപ്പം. സാരില്ലടാ, ഞാനൊരു കഷായം തരാം, അതങ്ങോട്ട് കുടിച്ചാൽ നല്ല ഉറക്കം കിട്ടും. എടാ, അത് എനിക്ക് കഷായമൊന്നും ഇഷ്ടമല്ല. വേറെ വല്ല മരുന്നുണ്ടോ? ഇതിന് കയ്പൊന്നും ഇല്ലടാ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ രുചി വ്യത്യാസവും അറിയില്ല. മാത്രമല്ല, ഒരു മണിക്കൂറിൽ ആന കുത്തിയാൽ പോലും അനങ്ങില്ല. ആണോടാ? അങ്ങനെ ഞാൻ സാഹചര്യത്തിനായി നോക്കിയിരുന്നു. ഉള്ളിൽ നല്ല പേടിയും ഉണ്ടായിരുന്നു. എന്നാൽ അത് മതി, ഇത് കഴിച്ചിട്ട് വേണം നന്നായൊന്ന് ഉറങ്ങാൻ. ഉറക്കമില്ലാതെ എനിക്ക് വട്ട് പിടിച്ചിരുന്നു. ആ വട്ടൊക്കെ ഇനി മാറിക്കോളും, നീ ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്. അങ്ങനെ അവൻ മുഖേന ആ കഷായം ഞാൻ സംഘടിപ്പിച്ചു. സാധാരണ ഞാനും അവളും കാപ്പി കഴിച്ചതിന് ശേഷമാണ് അമ്മ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പരീക്ഷിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ അവൾ കാപ്പി കഴിച്ചിട്ട് ജോലിക്ക് പോയി. അമ്മ കഴിക്കാനുള്ള ആഗ്രഹം റൂമിൽ കൊണ്ട് വെച്ചിട്ട് ബാത്റൂമിൽ പോയി. പെട്ടെന്ന് വരുമെന്ന് എനിക്കറിയാം. അമ്മ ബാത്റൂമിൽ കയറിയതും ഞാൻ റൂമിലേക്ക് ഓടി കഷായ കുപ്പി എടുത്തുകൊണ്ട് വന്നു. അടുപ്പ് തുറന്ന് കുറച്ചെടുത്ത് ചേർത്തു. അറിയാതിരിക്കാൻ ഒന്ന് ഇളക്കി വെച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ ആഹാരം എടുത്തുകൊണ്ട് ഹോളിലേക്ക് വന്നു. എന്നോട് ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അമ്മയ്ക്ക് ഉറക്കം വരുന്നത് കാത്ത് അവിടെ നിന്നു. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. പണി പാടിയോ ഈശ്വര. എന്തായാലും 5 മിനിറ്റ് കൂടി നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മോനെ, എനിക്ക് ഈ BP ഇടയ്ക്ക് ഷൂട്ടാകും. എന്താണെന്നറിയില്ല, ഒരു തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ? അമ്മേ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഹോസ്പിറ്റലിൽ പോകണോ? ഏയ്, കുഴപ്പമൊന്നുമില്ല മോനെ എന്നും പറഞ്ഞ് തീരും മുമ്പേ അമ്മ സോഫയിൽ തന്നെ ചാഞ്ഞു. ശരിക്കും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തായാലും കൂട്ടുകാരൻ തന്നത് നല്ല വീര്യം കൂടിയ സാധനമാണെന്ന് എനിക്കിപ്പോൾ വിശ്വാസമായി. ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് ഒന്ന് വിളിച്ചു നോക്കി. ആള് നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ എൻ്റെ ഓടക്കുഴൽ അറപ്പാണെന്ന് പറഞ്ഞ് നടക്കുന്ന എൻ്റെ ഭാര്യയോടുള്ള പക ഞാനങ്ങ് വീട്ടി. ഒന്നും അറിയാതെ അമ്മായിയമ്മ നല്ല സുഖനിദ്രയിലായിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അമ്മ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ഹോളിൽ വന്നിരുന്നു. അപ്പോഴേക്കും അപ്പു വീട്ടിലെത്തി. എന്താ, എന്തു പറ്റി? അപ്പു ചോദിച്ചു. ഒന്നുമില്ല മോളെ,
BP കുറഞ്ഞതാകും, അതിൻ്റെ ഒരു ക്ഷീണം. അവൾ ദേഷ്യത്തിൽ. അത് ശരി വിജി, നീ ഇവിടെ ഉണ്ടായിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോയില്ലല്ലേ? എന്ത് മനുഷ്യനാടോ നീ? ഏതു നേരവും വീട്ടിൽ തന്നെ, എന്നിട്ട് ഒന്ന് വയ്യ, ഒന്ന് തിരിഞ്ഞു പോയിട്ട് നോക്കില്ല നീ. വാ അമ്മേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, അവൾ പറഞ്ഞു. എൻ്റെ മനസ്സ് വേദനയും ദേഷ്യവും കൊണ്ട് നിറഞ്ഞു. നീ എന്തിനാടി അവനെ വഴക്ക് പറയുന്നേ? അവൻ ആവുന്നത് പറഞ്ഞതാ എന്നോട് വരാൻ. ഞാനാ സമ്മതിക്കാനത്. ഇവിടെ ആരും ഇല്ലാഞ്ഞിട്ട് പോലും ഹോളിൽ മറിഞ്ഞു വീണ എന്നെ കുഞ്ഞൊറ്റക്കാണ് താങ്ങി റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തിയത്. ഏ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നാലും എന്നെ വിളിച്ചു പോലും പറഞ്ഞില്ല. ശരി, ഞാനൊരു ചായ ഇടാം എന്നും പറഞ്ഞ് അവൾ അടുക്കളയിൽ പോയി. എനിക്ക് ശരിക്കും ദേഷ്യമാണ് തോന്നിയത്. ഇത്രയും പറഞ്ഞിട്ടും എന്നോട് ഒരു സോറി പോലും അവൾ പറഞ്ഞില്ല. മോനെ, നീ അത് കാര്യമാക്കണ്ട. അവളുടെ മുത്തശ്ശിയുടെ സ്വഭാവമാണ്. കുഞ്ഞിലെ അവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഏതാണ്ട് 10 വർഷത്തോളം അവൾ മുത്തശ്ശിയുടെ കൂടെയായിരുന്നു. അമ്മയ്ക്കും ഇതേപോലെ മറ്റുള്ളവർക്ക് എന്ത് തോന്നുമെന്ന് ഒരു വിചാരവുമില്ല. എന്നാൽ സ്നേഹത്തിന് ഒരു കുറവും കാണില്ല. ഈ പെണ്ണും അങ്ങനെ തന്നെയാ. ഒരു ചിരിയോടെ അമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ മൈൻഡ് വോയിസിൽ. ഓ, അതുകൊണ്ടാ ഭർത്താവിനോട് ഇങ്ങനെ. കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം. കുറച്ച് കഴിഞ്ഞ് അവൾ ചായയും കൊണ്ടുവന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. ശേഷം എൻ്റെ കുളിയും അമ്മയുടെ തേവാരവും അപ്പൂൻ്റെ നീരാട്ടും എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ആഹാരവും ഒന്നിച്ചിരുന്ന് കഴിച്ചു. അവൾ കിടക്കാനായി വിളിച്ചു. ദാ, സമയം 11 എനിക്ക് രാവിലെ പോകണം, വന്ന് കിടക്കാൻ നോക്ക്. മോനെ, നീ പോയി കിടന്നോ, എനിക്കും നല്ല ക്ഷീണമുണ്ട്. ഓക്കെ അമ്മേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത്. ഇല്ലടാ, നിന്നെ വിളിച്ചോണ്ട് പോ മോളെ. അങ്ങനെ ഞങ്ങൾ റൂമിൽ കയറി കഥ കടച്ചു. വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് കുശലം ചോദിച്ചു. ഞാൻ അങ്ങോട്ട് അടുത്തതും അപ്പോഴതാ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ എന്നെ ഒരൊറ്റ തള്ളു. നീ എന്തായി കാണിച്ചേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ രാത്രി ബ്രഷ് ചെയ്യണമെന്ന്? എനിക്ക് കംഫോർട്ടില്ല. എനിക്കപ്പോൾ അവളുടെ ചെവിയടിച്ച് ഒന്ന് കൊടുക്കാനാണ് തോന്നിയത്. ഞാൻ അപ്പോൾ സരുവിനെയാണ് ഓർത്തത്. പെട്ടെന്ന് ഞാൻ എന്നെ തന്നെ ഒരു നിമിഷം നിയന്ത്രിച്ചു. ഇവളോടൊന്ന് ന്യായത്തിൽ പെരുമാറണം. അവസാനം ഇവൾ എൻ്റെ വഴിക്ക് തന്നെ വരും. ഞാൻ ഉള്ളിൽ സകല കലയോടെ അവളോട് പറഞ്ഞു, സോറി മോളെ, പോട്ടെ. ഇനി മുതൽ ബ്രഷ് ചെയ്തിട്ട് മതി നമുക്ക്. ബാ, കിടക്കാം. അയ്യോ വിജി, അതിന് പിണങ്ങല്ലേ. വാക്ക് മാത്രമല്ലേ കുഴപ്പമുള്ളൂ, ബാക്കിയൊക്കെ എനിക്ക് വേണം, അവൾ പറഞ്ഞു. അതെനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ അവളുടെ നായാണെന്നുള്ള ഭാവമാണ് അവളിൽ കണ്ടത്. എന്നിട്ട് ഓരോ കൽപ്പനയും ഓരോ ചിരിയും. അങ്ങനെ അവൾക്ക് വേണ്ടതെല്ലാം എന്നെക്കൊണ്ട് സാധിച്ച് അവൾ പുറത്തോട്ട് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. രാവിലെയായി പതിവ് പോലെ ഞാൻ ഹാളിലേക്ക് വന്നപ്പോൾ അവൾ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. കാപ്പി കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കണ്ടതും അമ്മ പറഞ്ഞു, ആ, നീ എഴുന്നേറ്റോ, മുഖം കഴുകിയിട്ട് വാ, ചായ തരാം. കുറച്ച് കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കാം. ഞാൻ മൂളി. അങ്ങനെ അവളുടെ കാപ്പിക്കുടിയും കഴിഞ്ഞിട്ട് ഒരു കുടയും എടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. വലിയ വെയിലൊന്നുമില്ലെങ്കിലും അവൾ ഓവർ സ്മാർട്ട് കാണിക്കുന്നതാണ്. ഞാൻ അമ്മയെ നോക്കി. അമ്മ എന്നെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അടുക്കളയിലേക്ക് പോയി. ഇനിയെല്ലാം ബോധപൂർവം തന്നെ വേണമെന്ന് ഞാൻ വിചാരിച്ചു. അതും എൻ്റെ ഭാര്യനോട് കാണിക്കുന്നതിൻ്റെ എല്ലാം മറിച്ച് എനിക്ക് തിരിച്ചു കാണിക്കണം എന്നതായിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ കൂടുതൽ ആലോചിക്കാൻ തുടങ്ങി. അമ്മയോട് എന്നോട് അവൾ കാണിക്കുന്ന ക്രൂരതയൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സെൻറ്റിമെൻ്റലായിട്ട് കയറി മുട്ടിയാലോ? വേണ്ട, ഇത് വേണ്ട, റിസ്ക്കാണ്. ആ തീരുമാനം ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ ഓരോന്നാലോചിച്ച് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി. അമ്മായിമ്മയ്ക്ക് അതിനുള്ള ഇഷ്ടം തോന്നാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ഞാൻ ആലോചിച്ചു. അവസാനം ഞാൻ ഇതിനൊക്കെ മാസ്റ്റർ ഡിഗ്രി എടുത്ത എൻ്റെ ഒരു ഫ്രോഡ് കൂട്ടുകാരനുണ്ട്. ഒരു 5-6 വർഷമായിട്ടുണ്ടാവും അവനെ ഞാൻ വിളിച്ചിട്ട്. ശരത്ത് എന്നാണ് അവൻ്റെ പേര്. ഞാനവനെ വിളിച്ചു. ആ, പറ മച്ചു, എന്താടാ, കിഡ്നി വല്ലതും വേണോ? ഫോൺ എടുത്തതും അവൻ ചോദിച്ചു. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, നിൻ്റെ കല്യാണത്തിന് പോലും നീ എന്നെ വിളിച്ചില്ല, പിന്നെ ഇപ്പോഴാണ് വിളിച്ചത്. എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കുമല്ലോ.
ഒന്ന് പോടാ. എൻ്റെ കല്യാണം ലവ് മാരേജ് ആയിരുന്നില്ലേ? വീട്ടിൽ സമ്മതിക്കാൻ കുറച്ച് പാടായിരുന്നു. സമ്മതിച്ചപ്പോൾ ഞങ്ങൾ തന്നെ മുൻകൈ എടുത്ത് അത് പെട്ടെന്നങ്ങ് നടത്തി. അത് അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയതാ. റിസപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നിന്നെ വിളിച്ചത്. നിന്നെക്കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്. പക്ഷേ വെറുതെ വേണ്ട, ക്യാഷും കിട്ടും. ക്യാഷിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൻ വീണു. പറയടാ, എന്താ കാര്യം? എടാ, ഇതെൻ്റെ ഒരങ്കിളിന് വേണ്ടിയാ. പുള്ളിക്ക് 60 വയസ്സുണ്ട്. ആ, നീ കാര്യം പറ. ഓഹ്, നീ തോക്കിൽ കയറി വെടിവെക്കാതെ ഒന്ന് ക്ഷമിക്ക്, ഞാൻ പറയാം. പറ. പുള്ളിക്ക് പഴയതുപോലെ ഒന്നിനും പറ്റുന്നില്ല. അപ്പോൾ അതിനുള്ള ക്വാളിറ്റി സാധനം വല്ലതും നിൻ്റെ ഓഫീസിൽ കിട്ടുമോ? ആരാടാ ആ പരട്ടക്കിളവൻ? കുഴിലേക്ക് കാല് നീട്ടിയിരുന്നിട്ടും അയാളുടെ വിശപ്പ് മാറിയിട്ടില്ലേ? എടാ, കാര്യമായിട്ട് പറയാ, നിനക്ക് ഒന്ന് സംഘടിപ്പിക്കാൻ പറ്റുമോ? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു അങ്കിളാണ്. ഓക്കേടാ, സാധനം കിട്ടും, ഞാൻ സെറ്റ് ചെയ്യാം. ഡാ, ഒരു കാര്യം കൂടി. പുള്ളി എന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അയാളുടെ വൈഫിനും വേണം. അങ്ങനെയുള്ളത് വല്ലതുമുണ്ടോ എന്ന്. ഇതാകെ കുഴഞ്ഞല്ലോ. ആദ്യം പറഞ്ഞത് കിട്ടാൻ വലിയ പാടില്ല. പക്ഷേ അവർക്ക് കൂടി പറ്റുന്നത്. ശരി, ഞാനൊന്ന് നോക്കിയിട്ട് പറയാടാ. ഡാ, നീ ഇത് എനിക്ക് വേണ്ടി ഒന്ന് സെറ്റ് ചെയ്യണം. ആടാ, ഞാൻ വിളിച്ചോളാം, നീ വെക്ക്, അവൻ പറഞ്ഞു. സമയം വൈകുന്നേരമായി. അവൻ ഇതുവരെ വിളിച്ചില്ല. ഇന്നെനിക്ക് അമ്മയുടെ അടുത്ത് പോകാൻ പറ്റില്ല. ഇതിനൊരു തീരുമാനമായി ആകട്ടെ എന്ന് ഞാൻ കരുതിയിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മ എൻ്റെ അടുത്തേക്ക് വന്നത്. എന്താ മോനെ നീ ആലോചിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ലമ്മേ. ഏയ്, നിന്നെ ഞാൻ കുറച്ച് കാലമായി കാണുന്നത്. എന്തോ ഉണ്ട്. എന്താ? അത് പിന്നെ അമ്മേ, പറ മോനെ. അമ്മ, അത് അവളെന്നോട് എപ്പോഴും ദേഷ്യമാ. എൻ്റെ ഫീലിങ്സ് ഒന്നും അവൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ വളരെ വിഷമിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു. പോട്ടെ വിജി, വിട്ടുകള. അവളുടെ കാര്യം ഞാൻ പറഞ്ഞതല്ലേ. മോൻ വീട്ടിൽ തന്നെ ഇരിക്കാതെ ഇടയ്ക്കൊക്കെ പുറത്തേക്ക് പോയിട്ട് വാ. വിഷമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. ഇല്ലമ്മേ, ഞാൻ ഓക്കെയാണ്. ഇപ്പോൾ എനിക്ക് അമ്മയുണ്ടല്ലോ. അത് കേട്ട് അമ്മ ചിരിച്ചോണ്ട്, മതി സോപ്പിട്ടത്, ഞാൻ ചായ എടുക്കാം എന്നും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ അത് പ്രതീക്ഷിച്ച കോൾ വരുന്നു. ഞാൻ ടെൻഷനായി. എൻ്റെ മൈൻഡ് വോയിസിൽ, ദൈവമേ, കിട്ടിക്കാണുമോ? എന്തായാലും ഫോൺ എടുക്കാം. ഹലോ, പറയടാ. എടാ, സംഭവം കിട്ടി. പക്ഷേ എന്താടാ? എടാ, സാധനത്തിന് അവന്മാർ ചോദിക്കുന്നത് 1.5 ലക്ഷമാണ്. പക്ഷേ സംഗതി പൊളിയാണ്, എങ്ങോട്ട് വരും? ഇത് കേട്ടതും എൻ്റെ മനസ്സിലും വില പലയിടത്തും ലഡ്ഡു പൊട്ടി. മതിയടാ, പുള്ളി ക്യാഷ് ടീമാ. നിനക്കുള്ളത് കൂടി ഞാൻ വാങ്ങിത്തരാം. ഓക്കെ മച്ചു, ഇതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്ക് എന്നും പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ആലോചിച്ചത് 1.5 ലക്ഷം രൂപയ്ക്ക് ഇതിന് വലിയ നിധി എനിക്ക് കിട്ടാനാകില്ല എന്നാണ്. ഞാൻ ഉടൻ തന്നെ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഫണ്ട് അവന് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. അവനെന്നോട് 2 ദിവസമാണ് പറഞ്ഞത്. അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. പിറ്റേ ദിവസം പതിവ് പോലെ അവൾ ജോലിക്ക് പോയി. ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് അമ്മയോട് കുറച്ചു നേരം സംസാരിച്ചിട്ട് സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. എന്നാൽ പറഞ്ഞതിന് മുന്നേ അവൻ എന്നെ വിളിച്ച് സാധനം കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ അവനുള്ള സ്ഥലത്തേക്ക് ചെല്ലാമെന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് അവനെ കണ്ട് സാധനം വാങ്ങി. സാധനം കിട്ടി ഞാൻ നേരെ വീട്ടിലേക്ക് പാഞ്ഞു. ഇത് ഉപയോഗിക്കേണ്ട രീതിയെല്ലാം അവനെന്നോട് പറഞ്ഞു തന്നിരുന്നു. ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായിരുന്നു എൻ്റെ ഉള്ളിലപ്പോൾ. ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് പിടിയില്ലെങ്കിലും എൻ്റെ കാര്യം നടക്കുമെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ നേരെ വീട്ടിൽ വന്ന് ധൃതിയിൽ മുറിയിൽ കയറി എല്ലാം ഞാൻ ശ്രദ്ധാപൂർവം വായിച്ചു നോക്കി. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കരുതലോടെ തന്നെ ആവശ്യത്തിനുള്ളത് എടുത്തു മാറ്റിവെച്ചു. മുൻപ് നൽകിയ പോലെ നൽകാൻ തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. അന്നത്തെ ദിവസം വളരെ പതുക്കെ പോകുന്നതായി എനിക്ക് ഫീൽ ചെയ്തു. അവൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. പതിവ് പോലെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം നടന്നുപോയി. ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് കിടന്നു. കിടക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ചിന്ത. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഞാൻ നേരത്തെ തന്നെ കുളിച്ച് എല്ലാം കഴിഞ്ഞ് അവളോടൊപ്പം
ആഹാരം കഴിക്കാൻ വന്നിരുന്നു. ഞങ്ങൾ ആഹാരം കഴിച്ചിട്ട് അമ്മയ്ക്കുള്ള ആഹാരം പാത്രത്തിലേക്ക് മാറ്റുന്നത് ഞാൻ കണ്ടു. എൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അവൾ ആഹാരം കഴിച്ചിട്ട് ഞങ്ങളോട് പിന്നെയും സംസാരിച്ചുകൊണ്ടിരുന്നു. ഇത് പ്രശ്നമാകുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇടപെട്ടു. അപ്പു, നിനക്ക് പോവണ്ടേ? എനിക്കിത് കഴിഞ്ഞ് പുറത്തുവരെ പോകണം. ഒരാവശ്യമുണ്ട്. സമയം പോകുന്നു. എന്താവശ്യം? ഒന്നുമില്ല. എന്താ? എനിക്ക് പുറത്തു പോകാൻ പാടില്ലേ? എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കല്ലേ? ഓ ശരി, ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി ജോലിക്ക് പോയി. എപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. ഞാൻ ആഹാരം കഴിച്ചിട്ട് പാത്രം അടുക്കളയിൽ കൊണ്ടുവച്ചു. അമ്മ എന്തോ ആവശ്യത്തിന് അടുക്കളയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ആ അവസരം ഞാൻ മുതലാക്കി. എന്നിട്ട് ഞാൻ നേരെ ഹാളിലേക്ക് വന്നിരുന്നു. അമ്മ അടുക്കളയിലേക്ക് കയറി വന്നതും വാഷ് ബേസിൽ കൈ കഴുകിയിട്ട് അമ്മയുടെ ആഹാരം എടുത്ത് എൻ്റെ കൂടെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. എന്നിട്ട് കഴിച്ചുകൊണ്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് തുമ്മൽ വന്നു. ഞാൻ പെട്ടെന്ന് അടുത്തിരുന്ന ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ അത് മുഴുവൻ കുടിച്ചിട്ട് ആശ്വാസത്തോടെ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. കാപ്പി മുഴുവൻ കഴിച്ച് അമ്മ പാത്രവുമായി അടുക്കളയിലേക്ക് പോയി. എന്നിട്ട് ബാക്കിയുള്ള പാത്രങ്ങളും കഴുകി ഒതുക്കി വെച്ച് ഹാളിലേക്ക് വന്ന് വിശ്രമിക്കാനിരുന്നു. എന്താ അമ്മേ, ക്ഷീണമാണോ? ഒന്നും പറയണ്ടടാ, ചൂട് കാരണം നിൽക്കാൻ വയ്യ. അതെ അമ്മേ, ഒന്ന് മഴ പെയ്തെങ്കിൽ അല്പം ശമനം കിട്ടിയാനേ. ഞാൻ അമ്മയെ ശ്രദ്ധിച്ചു. അമ്മ എന്നെ നിന്ന് നോക്കി. അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പുറത്ത് കാണിക്കാൻ പാടുപെടുന്നതായി എനിക്ക് മനസ്സിലായി. അമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ചോദിച്ചു. ഒന്നുമില്ല മോനെ, എനിക്കൊരു തലവേദന. ഒന്ന് കിടന്നാൽ മാറും. അമ്മ പോയി കിടന്നാൽ ഒന്നും നടക്കില്ലെന്ന് എനിക്കറിയാം. അമ്മേ, കിടന്നാൽ ശരിയാകില്ല. അമ്മ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കുക. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഓക്കെ ആകും. ഞാൻ വേണമെങ്കിൽ മിക്സ് നെറ്റിയിൽ പുരട്ടിത്തരാം. അമ്മ ഒന്ന് മൂളി. ഞാൻ മുറിയിൽ ചെന്ന് വിക്സ് എടുത്തുകൊണ്ട് വന്നു. നെറ്റിയിൽ ഞാൻ വിക്സ് പുരട്ടി. പെട്ടെന്ന് അമ്മയുടെ ചോദ്യം കേട്ട് ഞാൻ അന്താളിച്ചു നിന്നു. മോനെ, കുറച്ചുകൂടി പുരട്ടിത്താ. അമ്മ ഒരിക്കലും ഇങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ തലവേദന മാറാൻ ഞാൻ വിക്സ് നല്ലോണം പുരട്ടിക്കൊടുത്തു. അപ്പോൾ ഇനി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ടോ. അതിൽ ഞാനൊരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. ഈ സ്റ്റോറിയുടെ ഫുൾ പാർട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.